അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും ആശയങ്ങളെയും വളരെ മോശമായ രൂപത്തിൽ വക്രീകരിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് ഹുസൈൻ സലഫി. അദ്ദേഹം ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഹുദവി പ്രസംഗിച്ച ഒരു പ്രസംഗത്തെ നിരൂപണം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചെയ്യുന്ന വലിയ കളവുകളാണ് നമുക്കതിൽ നിന്ന് പിടിക്കാനുള്ളത്, വലിയ തെറ്റിദ്ധരിപ്പിക്കലുകൾ. എന്നെ ശ്രവിക്കുന്ന പ്രേക്ഷകർ, നമ്മൾ ഈ പറയുന്ന വിഷയങ്ങൾ ഹുസൈൻ സലഫിക്കൊന്ന് എത്തിച്ചു കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ടാളുകൾ വഹാബികളെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ഞങ്ങൾ മുജാഹിദീങ്ങളാണെന്ന് പറയുന്ന ആൾക്കാർ വാട്സപ്പിലൊക്കെ ബന്ധപ്പെട്ടിട്ട്, അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇതിനുള്ള മറുപടി നിങ്ങളെ മൗലവിമാരിൽ നിന്ന് കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങളെ മൗലവിമാർക്ക് നിങ്ങളെ പിന്നാലെ നടക്കുന്ന പണിയല്ല, പച്ച കളവ് സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിട്ട് അത് തിരുത്തി കൊടുക്കുമ്പോൾ അല്ല ഞങ്ങൾ പറഞ്ഞത് തന്നെയാണോ സത്യമെന്ന് കിതാബിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്താൻ എന്താ അവർക്ക് ധാർമ്മികമായ അവകാശമല്ലേ? അവർക്കതിൻ്റെ ഉത്തരവാദിത്തമല്ലേ? ഞങ്ങൾ പറഞ്ഞ വീഡിയോ, ഇപ്പം ഞാൻ എൻ്റെ ചാനലിലിട്ട ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ പലതുണ്ട്, നിങ്ങളതിനെ നിരൂപിക്കും, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് സംസാരിക്കാം. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത്, അതായത് ഹുസൈൻ സലഫിയോട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ സുന്നികളോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളിങ്ങനെ മുൻകർ നക്കീറായിട്ട് ഇങ്ങനെ നടക്കുക, നമ്മളിങ്ങനെ മറുപടി പറയാനായിട്ടുള്ള ആൾക്കാർ. നിങ്ങൾ പറഞ്ഞതിനൊക്കെ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നിരൂപണം ചെയ്യുകയാണ്. ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെ കൃത്യമായി ഇബാറത്തു സഹിതം ഇമാമുമാർ പറഞ്ഞ ഉസൂലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ മറുപടി പറയും. പക്ഷെ അതിൻ്റെ മുമ്പ് ഹുസൈൻ സലഫിൻ്റെ ഇരുന്ന് ചില മറുപടികൾ നമുക്ക് കിട്ടണം. ഓക്കെ, നമുക്കതിൽ സന്ദർഭത്തിനനുസരിച്ച് അത് പറയാം. നമുക്ക് വിഷയം കേൾക്കാം. സിംസാറുൽ ഹഖ് ഹുദവി പറഞ്ഞതും ഹുസൈൻ സലഫി കേട്ടതും കേൾക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചെയ്തില്ലല്ലോ, സ്വഹാബത്ത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കേണ്ട ഒരു സൽക്കർമ്മമല്ല ഇത്. എന്തുകൊണ്ട്? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഇസ്ലാമിലൊരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും അത് പിൻപറ്റുന്നവർക്കും അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് ആരാ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞതിന്റെ ചുരുക്കം എന്താന്ന് വെച്ചാൽ, ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതാണ് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ എന്നുള്ളത്. ഇതിനെയാണ് ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹം ഇതിനെ വളരെ മോശമായ രൂപത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നമുക്ക് കാണാം. പറയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തില്ലല്ലോ, സ്വഹാബത്ത് ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കേണ്ടതല്ല ഒരു സൽക്കർമ്മവും. എന്തുകൊണ്ട്? ന്യായം പറയണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, എന്ത്? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ ബഅദഹു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ആരെങ്കിലും ഒരു നല്ല കാര്യം പ്രവർത്തിച്ചാൽ, ആരെങ്കിലും ഒരു നല്ല ആചാരം ഇസ്ലാമിൽ ഒരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും പിൻപറ്റുന്നവർക്കും അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ഒരു മുസ്ലിയാരുടെ പ്രസംഗാപ്പങ്ങൾ കേട്ടത്. അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് പോലും, എന്ത്? ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല ആചാരം കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്ക് അതിന്റെ കൂലിണ്ട്, അതനുസരിച്ച് പിൽക്കാലത്ത് പ്രവർത്തിക്കുന്നവർക്കും അതിന്റെ കൂലിണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ പലതും പുതിയതായിട്ട് ആൾക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എതിർക്കുന്നത് എന്തിനാണ് മൗലവിമാരെ എന്നാണ് ചോദ്യത്തിന്റെ മറുവശം. അതാണ് ഞാൻ പറയുന്നത്. പറയുന്നത് ഇനി ഇയാളെ വകയായിട്ട് ചേർക്കാണ്. ഈ ഹദീസ് ദുർവ്യാഖ്യാനമാണെന്ന് പറയാൻ ഇയാൾ ഒരു ഇമാമിനെയും ഉദ്ധരിക്കണില്ല. പിന്നെ ഈ ഹദീസിനെ നമുക്ക് വിശദീകരിച്ചു തരേണ്ടത് പ്രാമാണികരായ ഇമാമുമാരാണ്. ഇയാൾ സ്വന്തം നിലക്ക് അതിനെ പറയാണ്. എന്താണ് ഈ ഹദീസിനെ മഹാന്മാരായ ഇമാമുമാർ വിശദീകരിച്ചത്? ഏറ്റവും ചുരുങ്ങിയ ഇമാമുമാർ വിശദീകരിക്കുന്നത് പറയാം. അതിന് മുമ്പ് ഈ ഹദീസിന്റെ ഭാഷാപരമായ അർത്ഥം നോക്കുക. അഥവാ ഭാഷാപരമായ അർത്ഥം കൊണ്ട് മാത്രം ഹദീസുകളെ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ലെങ്കിലും ഈ ഹദീസിന്റെ ലഫ്ലിയായ മായന നമ്മളൊന്ന് പഠിക്കുക. എന്താണ് മൻ സന്ന ഫിൽ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ? സന്ന എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അറബി ഭാഷയിൽ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഡിക്ഷണറിയാണ് അൽ-മുൻജിദ്. ഈ അൽ-മുൻജിദ് ഡിക്ഷണറിയിൽ എന്താണ് സന്ന എന്ന പദത്തിൻ്റെ ലഫ്ലിയായ മായന കൊടുക്കുന്നത്? യുഖാലു സന്ന ഫുലാനുൻ ത്വരീഖം മിനൽ ഖൈർ. ഒരാൾ പുതിയതായ ഒരു ചര്യ കൊണ്ടുവരിക. എന്താണത്? ഐ അഥവാ ഇബ്തദ അംറൻ മിനൽ ബിർരി ലം യഅരിഫുഹു ഖൗമുഹു.
അയാളുടെ ഖൗമിന് അറിയാത്ത, പരിചയമില്ലാത്ത പുതിയ ഒരു കാര്യത്തെ കൊണ്ടുവരിക എന്നതിനെ ദ്യോതിപ്പിക്കാൻ, എന്നതിനെ പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് സന്ന എന്ന വാക്ക്. അതാണ് ഈ ഹദീസിലുള്ളത്. ഭാഷാപരമായ അർത്ഥം അങ്ങനെയാണ്. ഇനി ഈ ഹദീസിനെ ഇമാമുമാർ വിശദീകരിച്ചത് എങ്ങനെയാണ്? ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ് എന്ന്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിനെ പറയുമ്പോൾ ഈ സ്വഹീഹ് മുസ്ലിമിന്റെ ഏറ്റവും പ്രസിദ്ധമായ വ്യാഖ്യാന ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു രചിച്ച ശറഹ് മുസ്ലിം. എന്താ ശറഹ് മുസ്ലിമിൽ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ചു പറഞ്ഞത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞ എന്താണ്? ഈ ഹദീസിൽ ഫീഹി, ഈ ഹദീസിലുണ്ട് അൽ ഹസ്സു അലൽ ഇബ്തിദാഇ ബിൽ ഖൈറാത്ത്, പുതിയതായ കാര്യത്തെ തുടങ്ങാം എന്ന് ഈ ഹദീസിൽ തെളിവാണ്. എങ്ങനെ? പുതിയതായ ഒരു കാര്യത്തെ തുടങ്ങാം എന്ന് ഈ ഹദീസിൽ തെളിവാണ്. പിന്നെ വസന്നുസ്സനനിൽ ഹസനാത്ത്, പുതിയതായ കാര്യങ്ങളെ ചര്യയാക്കാം എന്നും ഈ ഹദീസ് തെളിവാണ് എന്ന് ഇമാമുമാരാണ് വിശദീകരിക്കുന്നത്. ഇത് ദുർവ്യാഖ്യാനം ഞങ്ങൾ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ പറയുന്ന ഈ പൊട്ടപ്പോയത്തമാണ് യഥാർത്ഥ വ്യാഖ്യാനം. ഇമാം നവവി തങ്ങളാണ് ഇത് വിശദീകരിക്കുന്നത്. മാത്രമല്ല, ഈ ഹദീസിന്റെ ഒരു 2-3 വരികൾ കഴിഞ്ഞാൽ നവവി ഇമാം വീണ്ടും വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസാണല്ലോ വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും പിഴച്ചു പോയതാണ് എന്ന് പറയുന്നുണ്ട് നബി. കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല, ഇങ്ങനെ നബി തങ്ങൾ പറയുന്നുണ്ട്. അഥവാ എല്ലാ പുതുതായി ഉണ്ടായതും പിഴച്ചതാണ്, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂലുള്ള പറയുന്നുണ്ട് അല്ലേ? ഈ ഹദീസിന്റെ വ്യാപകാർത്ഥത്തിൽ നിന്ന് ഇതിനെ പ്രത്യേകമാക്കുന്നുണ്ട് ഈ ഹദീസ്. എന്താണ് പറഞ്ഞത്? ഈ ഹദീസ് ആമുൻ മഖ്സൂസാണ് എന്ന് മഹാന്മാരായി മറ്റു ഗ്രന്ഥങ്ങളിൽ ഇമാമുമാർ വിശദീകരിക്കുന്നുണ്ട്. എല്ലാ ബിദ്അത്തും പിഴച്ചതാണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിനെ തഖ്സീസാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളൊക്കെ പുതുതായിട്ട് കൊണ്ടുവരാം, സുന്നത്തൻ ഹസനത്തിനെ പുതുതായിട്ട് കൊണ്ടുവരാം. അപ്പൊ നബിതങ്ങൾ ഈ പറഞ്ഞതോ അത് ബാത്തിലായ ബിദ്അത്തിനെ പറ്റിയാണ് നബി ഇമാം വിശദീകരിക്കുന്നത്. വായിക്കാം. വഫി ഹാദൽ ഹദീസി തഖ്സീസു ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ല മുഹദസത്തിൻ ബിദ്അ വ കുല്ല ബിദ്അത്തിൻ ളലാല എന്ന വാക്കിനെ തഖ്സീസാക്കുന്നുണ്ട്. വ അന്നൽ മുറാദ ബിഹി, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അൽ മുഹ്ദസാത്തുൽ ബാത്തിലതു വൽ ബിദ്ഉൽ മദ്മൂമതു. നവവി ഇമാം ഈ ഹദീസിനെ അങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ദുർവ്യാഖ്യാനം എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? മറുപടി പറയണം ഹുസൈൻ സലഫി. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആണ് വ്യാഖ്യാനിക്കുക, തോന്നിയ പോലെ അർത്ഥം പറയുക, എന്നിട്ട് അത് മാത്രമാണ് ആ ഹദീസിന്റെ ആശയമെന്ന് നിങ്ങളങ്ങ് സ്ഥാപിക്കുകയോ? ഇമാമുമാര് പറഞ്ഞതിനെ അവഗണിച്ചുകൊണ്ട് സ്വതന്ത്രമായി അർത്ഥപരികൽപ്പന നടത്തിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയോ? മറുപടി പറയണം നിങ്ങൾ. മാത്രമല്ല, ഇനി ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. എന്തേ പറഞ്ഞു? ഈ പറഞ്ഞ പോലെ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. എന്താ അതിന്റെ അർത്ഥം? മൻ സന്ന ഫിൽ ഇസ്ലാമി, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ചര്യ നടപ്പിലാക്കിയാൽ, സുന്നത്തൻ ഹസനത്തൻ, ഒരു നല്ല സമ്പ്രദായം നടപ്പിലാക്കിയാൽ, ഒരു നല്ല ചര്യ നടപ്പിലാക്കിയാൽ, അത് പ്രവർത്തിച്ച അവന് അതിന്റെ കൂലിയുണ്ട്. അവന് അതിന്റെ പ്രവർത്തനത്തിന്റെ കൂലി മാത്രമല്ല, അവന്റെ ആ നേതൃത്വം കാരണത്താൽ അതനുസരിച്ച് ചെയ്തവരുടെ ഒക്കെ കൂലിയും അവനുണ്ട്. അപ്പൊ നല്ല കച്ചവടമാണല്ലോ ഇപ്പത്. ഇതിപ്പോ ശരിക്ക് ഇസ്ലാമിൽ പുതിയത് ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം എന്നായിരുന്നു അതിന്റെ അർത്ഥമെങ്കിൽ ഇസ്ലാം ദീനിൽ ഇനി അതിന്റെ പട്ടിക എന്നാ അവസാനിക്കുക? ഡെയിലി ഉണ്ടാക്കിക്കൂടെ? എനിക്ക് ഇന്ന് തോന്നുകയാണ്, ഇന്ന് ളുഹറിന്റെ ശേഷം 3 മണിയായ അപ്പൊ ഇയാള് അതിനെ ഇയാളെ വകയിട്ട് ഇങ്ങനെ പറയാണ്. അപ്പൊ ഇസ്ലാമിൽ പുതുതായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും എന്തും ഉണ്ടാക്കിക്കൂടെ? അങ്ങനെയാണോ ആ ഹദീസിനർത്ഥം? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ. എന്താണ് ഈ സുന്നത്തുൻ ഹസനത്ത് എന്ന് മഹാന്മാരായ ഇമാമുമാർ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇയാളെ വക ഇയാൾ പറയാണ് ളുഹറിന്റെ ശേഷം അത്ര റക്അത്ത് നിസ്കരിച്ചുണ്ടാക്കിക്കൂടെ പുതിയ? അതിനൊക്കെ പരിശുദ്ധ ഇസ്ലാമിനൊരു ഉസൂലുണ്ട്. ആ ഉസൂലിനെതിരാകാൻ പാടില്ല, ഉസൂലിനെതിരാകാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. പുതിയത് പറ്റൂല എന്നല്ല പറഞ്ഞത്. എന്തും ഉണ്ടാക്കിക്കൂടെ? ഇങ്ങനെയാണോ ഈ ഹദീസിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഇതാര് പറഞ്ഞതാണ് അർത്ഥം? ഇമാമുമാര് പറഞ്ഞോർത്ത് നിൽക്കണം. ബാക്കി അദ്ദേഹം വിശദീകരിക്കട്ടെ. ഇസ്ലാമിൽ അടിസ്ഥാനമുള്ള ഒരു കാര്യം ആളുകളൊക്കെ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്തൊരു സമയത്തും നേരത്തും ആരെങ്കിലും അത് വീണ്ടും പുനരുജ്ജീവിപ്പിച്ചാൽ അയാൾക്ക് അതിന്റെ കൂലിയുണ്ട്, അയാളെ കണ്ടു പ്രവർത്തിക്കുന്നവർക്കും അതിന്റെ കൂലി ഉണ്ട്. അതാ അതിന്റെ അർത്ഥം. ഇസ്ലാമിൽ അഡ്രസ് കിട്ടിയത് അത് മാത്രമാണ് അതിന്റെ അർത്ഥം എന്ന് എവിടുന്ന കിട്ടിയത്? അഥവാ ഇസ്ലാമിൽ നിർജീവമായി പോയ ഒരു സുന്നത്തിനെ ഒരാൾ ഹയാത്താക്കി, അയാൾക്ക് കൂലിയുണ്ട്. അത് കണ്ടിട്ട് പിൽക്കാലത്ത് പ്രവർത്തിച്ചാൽ അതിനും കൂലിയുണ്ട്, നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ അത് മാത്രമേ അതിനർത്ഥമുള്ളൂ എന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? അത് മാത്രമല്ല അതിന്റെ അർത്ഥം.
പുതിയതായി കൊണ്ടുവരുന്ന ചര്യകളും ഹസനത്തായ നല്ല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുമെന്ന് പറഞ്ഞത് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ആണ്. എന്നാൽ അതിൽ പെടൂല എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഏത് ഇമാമ് പറഞ്ഞു ഇത് മാത്രമാണ് എന്ന്? അർത്ഥം നിങ്ങൾ അതിന്റെ മറുപടി പറയണം. എന്നിട്ട് ഇയാളെ വക ഉണ്ടാക്കുക, പുനരുജ്ജീവിപ്പിക്കാം. മൻ സന്ന എന്നതിന് പുനരുജ്ജീവിപ്പിക്കാൻ ആരങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തന്നത്? സന്ന എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവിപ്പിക്കല. തോന്നിയ പോലെ അർത്ഥം പറയേ. ബാക്കി പറയട്ടെ. കാര്യം ചെയ്താലാണ് പറയുന്നത്, ഇല്ലാത്തത് കൊണ്ടുവരുന്നതിനെ പറ്റിയല്ല. ആ ഹദീസ് ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെ ആധികാരികമായി വ്യാഖ്യാനിച്ച ആളാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. എന്തേ നിങ്ങളെ കണ്ണ് അങ്ങോട്ട് പോകാതിരുന്നത്? അവിടെ പോയ നിങ്ങൾ പൊളിയും. നവീമാവ് പറഞ്ഞത് കണ്ടാൽ നിങ്ങളെ ആശയങ്ങൾ പൊളിയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജനങ്ങളെ മുമ്പിൽ ദുർവ്യാഖ്യാനം നടത്തുകയാണ്. അല്ലെങ്കിൽ ശറഹ് മുസ്ലിം വായിക്കൂ ഇവിടെ നിങ്ങൾ. മാത്രമല്ല, എന്നിട്ട് അദ്ദേഹം പറയാണ്, ഹദീസിന് തലയുണ്ട് വാലുണ്ട്, രണ്ടും പലപ്പോഴും ഇവർ പറയാറില്ല. ഹദീസിന്റെ തലയും വാലും പറയാറില്ല. എന്താ ഇത് എവിടേക്കുള്ള പോക്കാണെന്നറിയോ? അത് ഈ ഹദീസിന്റെ സന്ദർഭം എന്താണെന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അയാളെ വയല അയാൾ ഇങ്ങനെ നീട്ടി പരത്തി പറയാൻ ഒന്നും ഉണ്ടാവില്ല. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വളരെ സാധുക്കളായ ഒരു വിഭാഗം ആൾക്കാർ വന്നു. അവരുടെ അവസ്ഥ കണ്ടിട്ട് റസൂലുള്ളാഹിക്ക് വല്ലാത്ത വേദന തോന്നി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നിട്ട് അവരെ വീട്ടിൽ പോയിട്ട് ഇവരെ സഹായിക്കാൻ ആവശ്യമായത് കൊണ്ടുവന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞത് എന്ന സന്ദർഭമാണ് പറയുന്നത്. ബാക്കി നമ്മൾ കേൾക്കുക. തല പറഞ്ഞത് വായിച്ച സന്ദർഭം പൊളിയും. തല പറഞ്ഞത് വായിച്ച സന്ദർഭം പൊളിയും. കാരണം അവിടെ വിഷയം എന്താണ്? ഇസ്ലാം നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള സ്വതക്ക. ആ സ്വതക്ക ചെയ്യാനുള്ള ആഹ്വാനം കേട്ടപ്പോൾ എല്ലാവരും മടിച്ചെന്ന് പോയി. തലയും വാലും പറഞ്ഞ സന്ദർഭം പൊളിന്ന്. ഇത് ശരിക്കും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സന്ദർഭത്തിനനുസരിച്ച് അഥവാ ഓരോ ഹദീസ്, വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഇറങ്ങാൻ ഒരു സന്ദർഭമുണ്ട്. ഈ ഹദീസിനെ അതിൻ്റെ സന്ദർഭത്തിലേക്ക് മാത്രം ചുരുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ഇവിടെ വരാനിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ കൊണ്ടും മറുപടി പറയാം? സന്ദർഭത്തിൽ മാത്രം ചുരുക്കേണ്ടതാണോ? കിതാബുകളിൽ ആവർത്തിച്ചു പറയുന്ന ഇബാറത്തല്ലേ അൽ ഇബ്റത്തു ബിഉമൂമിൽ ലഫ്ളി ലാ ബിഖുസൂസി സബബി. ആ ഒരു ഹദീസിന്റെ അല്ലെങ്കിൽ ഒരു ആയത്തിന്റെ അർത്ഥം, അതിന്റെ ലഫ്ള്, ആ ലഫ്ളിന്റെ അർത്ഥം എങ്ങോട്ടൊക്കെ വെക്കാൻ പറ്റുമോ അവർക്കൊക്കെ പറ്റുമെന്നല്ലേ? അൽ ഇബ്റത്തു ബിഉമൂമിൽ ലഫ്ളി, ലഫ്ളിന്റെ ഉമൂമിനെയാണ്, വ്യാപകാർത്ഥത്തെയാണ് പരിഗണിക്കുക. ലാ ബിഖുസൂസി സബബി, അതിന്റെ സന്ദർഭത്തെ അല്ലെങ്കിൽ ആ ഹദീസ്, ആ പ്രമാണം ഇവിടെ വഹിയായിട്ട് വരാനുള്ള സന്ദർഭത്തെ അല്ല പരിഗണിക്കേണ്ടത് എന്ന് ആവർത്തിച്ചു പറഞ്ഞതല്ലേ ഇമാമുമാർ? ഇനി അങ്ങനെ നിങ്ങൾക്ക് വാദമുണ്ടോ? സലഫി അത് വ്യക്തമായിട്ട് പറയണം, വ്യക്തമായിട്ട് പറയൂ. അങ്ങനെ നിങ്ങൾക്ക് വാദമുണ്ടോ? ആ ഹദീസിന്റെ സന്ദർഭത്തിൽ മാത്രം അതിനെ തളച്ചിടാമെങ്കിൽ, ഓരോ ഹദീസുകളെയും അതിന്റെ സന്ദർഭത്തിൽ മാത്രം തളച്ചിടാമെങ്കിൽ പിന്നെ എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക? സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ രണ്ട് ഖബീലകളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പോയി. ഇവിടെ നിസ്കാരത്തിന്റെ സമയമായി. ബിലാൽ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇമാമായിട്ട് നിസ്കരിക്കണം. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഹുബിസ, മുത്തുനബി അവിടെ പെട്ടുപോയിട്ടുണ്ട്, മസ്ലഹത്ത് കഴിഞ്ഞിട്ടില്ല, നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇമാമിക്കണം. സിദ്ദീഖ് തങ്ങൾ ഇമാമായിട്ട് നിസ്കരിച്ചു. സിദ്ദീഖ് തങ്ങൾ ഇമാമായി നിസ്കരിച്ച് തക്ബീർ കെട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വഹാബത്ത് പിന്നിൽ നിന്ന് കൈയടിച്ചു, ശബ്ദമുണ്ടാക്കി കൈയടിച്ചു. സിദ്ദീഖ് തങ്ങൾ നിസ്കാരത്തിൽ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ നോക്കുമ്പോൾ പിന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. നബി തങ്ങൾ ആംഗ്യം കാണിച്ചു, അനിസ്ബുത്ത്, അവിടെ തന്നെ നിന്ന് നിസ്കരിക്കാൻ പറഞ്ഞു. പക്ഷേ സിദ്ദീഖ് തങ്ങൾ അദബ് പാലിച്ചുകൊണ്ട് നിസ്കാരത്തിൽ പുറകിലേക്ക് മാറി നബി തങ്ങൾ മുന്നിലേക്ക് കയറി നിന്ന് നിസ്കരിച്ചു. ഈ സന്ദർഭത്തിൽ ഇതിന്റെ അവസാനത്തിൽ റസൂൽ നിസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഇമാമിനെ ഉണർത്തണമെങ്കിൽ നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം, സ്ത്രീകൾ കൈകൊണ്ട് അടിച്ച് ശബ്ദമുണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഈ ഹദീസിന്റെ സന്ദർഭം മനസ്സിലായല്ലോ. എന്നാൽ ഇനിയിപ്പോ നമ്മൾ നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കുകയാണ്. ളുഹർ നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്കായത്തിൽ തന്നെ ഇമാം അത്തഹിയാത്തിലാണ് ഇരുന്നു. ഒന്നാമത്തെ റക്കായത്തിൽ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കണ പോലെ ഇമാം ഇരുന്നിട്ടാണ് അത്തഹിയാത്ത് തുടങ്ങി. അപ്പോൾ പിന്നിൽ നിന്ന് സുബ്ഹാനല്ലാഹ് ഇമാമിനെ ഉണർത്താൻ ചൊല്ലി. അപ്പോൾ ഒരു വഹാബി പറയാണ്, അതിനെന്താ തെളിവ്? അപ്പോൾ നമുക്ക് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അതതിന്റെ സന്ദർഭം നോക്കണം. അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് മാറിയപ്പോൾ പറഞ്ഞതാണ്, അല്ലെങ്കിൽ സ്വഹാബത്ത് കൈയടിച്ചപ്പോൾ പറഞ്ഞതാണ്. ആ സന്ദർഭത്തിൽ മാത്രമേ അത് പറ്റുള്ളൂ.
പോയത്തും പറയേ, അവിടെ മാത്രമേ അത് പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഓരോ കാര്യത്തിനും ഓരോ സന്ദർഭമുണ്ട്. അതിനെ സന്ദർഭത്തിലേക്ക് മാത്രം ചുരുക്കുകയാണെങ്കിൽ നിങ്ങൾ നിർവഹിക്കുന്ന ആയിരക്കണക്കിന് കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. എവിടുന്ന് കിട്ടുന്ന ഉസൂല ഇതൊക്കെ നിങ്ങൾക്ക്? എന്നിട്ട് അദ്ദേഹത്തിന്റെ ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? കുറച്ച് കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതിനൊക്കെ ഇമാമുമാർ ബിദ്അത്താണെന്ന് പറഞ്ഞില്ലേ, തള്ളപ്പെടേണ്ട ബിദ്അത്താണെന്ന് പറഞ്ഞില്ലേ, അതെന്താ കാരണം എന്നൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കും. കിതാബ് സഹിതം തന്നെ വിശദീകരിക്കും. മൗലവിയിൽ പേടിയും പേടിക്കണം. പക്ഷേ അതിന്റെ മുമ്പ് മൗലവിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ട ചില മറുപടികളുണ്ട്. അത് നിങ്ങൾ പറഞ്ഞേ മതിയാവുള്ളൂ. അത് നിങ്ങളാണല്ലോ ഇപ്പോൾ വലിയ വായിൽ അതിൻ്റെ ബിദങ്ങൾ ചെയ്തിട്ടുണ്ടോ, അത് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടതുണ്ട്. ചോദ്യം നമ്പർ 1, മയ്യത്ത് ഖബറിൽ കിടത്തി മൂടുകല്ല് വെച്ചതിന് ശേഷം അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കാറുണ്ടല്ലോ. ഈ വാക്യങ്ങൾ നിങ്ങൾക്ക് ആരാണ് പഠിപ്പിച്ചു തന്നത്? ഏത് കിതാബിലാണ് അതുള്ളത്? ഇങ്ങനെ നിങ്ങൾ ചൊല്ലുന്നത് ബിദ്അത്തല്ലേ? മറുപടി പറയണം. ചോദ്യം നമ്പർ 2, പെരുന്നാൾ ദിവസങ്ങളിൽ ഗ്രൗണ്ടിൽ നിങ്ങൾ കൂട്ടമായി ഇരുന്ന് തക്ബീർ ചൊല്ലുന്നു. നിങ്ങൾക്കത് ബിദ്അത്താണോ അല്ലേ? ആണെന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയും. ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളത് നിർവഹിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾ പേച്ചുപോയവരാകും. അല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ മാനദണ്ഡം വിശദീകരിക്കണം. ചോദ്യം നമ്പർ 3, സംഘടിത ഉദഹിയത്ത് നിങ്ങളുടെ പള്ളികളിലൊക്കെ നടക്കാറുണ്ട്. ബിദ്അത്താണോ അല്ലേ? വിശദീകരിക്കും നിങ്ങൾ. ചോദ്യം നമ്പർ 4, നിങ്ങളുടെ പള്ളികളിൽ സംഘടിതമായി റമദാനിൽ നിങ്ങൾ നടത്തുന്ന ഇഫ്താർ സംഗമങ്ങൾ സംഘടിതമായി നടത്താറുണ്ടല്ലോ. എന്താണ് അതിന്റെ തെളിവ്? അത് ബിദ്അത്താണോ അല്ലേ? വിശദീകരിക്കൂ. നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾ അതൊന്ന് വിശദീകരിക്കൂ. നിക്കാഹിന്റെ വേളയിൽ ചോദ്യം നമ്പർ 5, നിക്കാഹ് ചെയ്യുമ്പോൾ വലിയും വരനും അഥവാ ഈ കുട്ടിയുടെ രക്ഷിതാവും വിവാഹം കഴിക്കുന്ന ഭർത്താവും പരസ്പരം കൈ പിടിക്കുക എന്നത് നിങ്ങൾക്ക് ബിദ്അത്തല്ലേ? ആണോ അല്ലേ? വിശദീകരിക്കും. ചോദ്യം നമ്പർ 6, ഫർള് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തുന്നത് നിങ്ങൾക്ക് ബിദ്അത്തല്ലേ? ഈ നിങ്ങൾക്ക് എന്ന് ചോദിക്കാനുള്ള കാരണം മനസ്സിലാക്കണം. ഇവർ പറഞ്ഞ മാനദണ്ഡം അനുസരിച്ച് അത് ബിദ്അത്താവേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങളത് വിശദീകരിക്കൂ. ചോദ്യം നമ്പർ 7, നിങ്ങളുടെ പ്രസംഗങ്ങൾ തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും നിങ്ങൾ നടത്തുന്ന ദുആകൾ നിങ്ങൾക്ക് ബിദ്അത്തല്ലേ? നിങ്ങൾ നടത്തുന്ന ദുആകൾ ബിദ്അത്താണോ അല്ലേ? ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് ഇങ്ങോട്ട് വിശദീകരിച്ചിരിങ്ങൾ. ചോദ്യം നമ്പർ 8, നിങ്ങളുടെ ഖുതുബയിൽ മാത്രമല്ല പ്രസംഗങ്ങളിലും നിങ്ങൾ എഴുതുന്ന പുസ്തകങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് അത് ബിദ്അത്താണോ അല്ലേ? തെളിവുകളൊക്കെ വേറെ വരുന്നുണ്ട്. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തൊക്കെ നമുക്ക് പിന്നീട് പറയാം. അത് നിങ്ങൾക്ക് ബിദ്അത്താണോ അല്ലേ? അല്ലെങ്കിൽ അതിന്റെ തെളിവ് ഹാജരാക്കണം. ചോദ്യം നമ്പർ 9, നിങ്ങളുടെ പ്രസംഗങ്ങളിലും നിങ്ങളുടെ ബുക്കുകളിലും നിങ്ങൾ ചൊല്ലുന്ന ആ സ്വലാത്തുകൾ ഏത് ഹദീസിൽ വന്നതാണ്? 9 ചോദ്യം ഇവിടെ ഉണ്ട്. നേരത്തെ ഒരു ചോദ്യം, 1-2 ചോദ്യങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 11 ചോദ്യങ്ങൾ ഹുസൈൻ സലഫിയോട് അക്കമിട്ട് ചോദിക്കുകയാണ്. മറുപടി പറയണം ഹുസൈൻ സലഫി. നിങ്ങൾ ആ മറുപടി പറയും. അപ്പം നമുക്ക് മറ്റുള്ള വിധേയത്തിനെ പറ്റിയിട്ട് നിങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞത് കിതാബിൻ്റെ ഇബാറത്തു സഹിതം നമ്മൾ പറയും. നിങ്ങൾ നെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് തോന്നിയത് വിളിച്ചു പറയാം. പിടികൂടുന്നുണ്ട് നിങ്ങളെ ഞങ്ങൾ. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് കിതാബിൽ തിരുമറി നടത്തിയത് ഇൻഷാ അള്ളാ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. നിങ്ങൾ തോന്നിയ പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഇങ്ങനെ ഗോളടിച്ചു കുറേ കാലം മുന്നോട്ട് പോകാമെന്ന് സലഫി നിങ്ങൾ വിചാരിക്കേണ്ട, പിടിക്കുക തന്നെ ചെയ്യും. അസ്സലാമു അലൈക്കും.